നമുക്കിന്ന് നല്ലൊരു നാടൻ ബർഗർ ഉണ്ടാക്കിയാലോ? പേര് പോലെ തന്നെയാണ്. നമുക്കറിയാം സാധാരണ ബർഗർ എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് ഐറ്റംസിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ബർഗർ വേണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കുറച്ച് മടിയാണ്. ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ബർഗർ ഉണ്ടല്ലോ, ഇത് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബർഗറാണിത്. ഇതിൽ കേടുള്ള ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ളൊരു ബർഗറാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പാറ്റി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ വരുന്നൊരു ഫുൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തൊക്കെ വരുമായിരിക്കും. കാരണം ആ ഫുൾ ചിക്കൻ 1 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലൊന്നും ഇല്ലാതെ ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ നാടൻ ബർഗറാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ച് മല്ലിച്ചപ്പ്, അതേപോലെ തന്നെ ഞാനിവിടെ ഒരു 3 അല്ലി വെളുത്തുള്ളിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു സവാള കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് ഇഞ്ചിയും. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചില്ലേ ചിക്കന്, ആ ചിക്കനെ നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചില്ലേ മല്ലിച്ചപ്പും അതേപോലെ തന്നെ വലിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം, ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഇതിനെല്ലാം നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ചില മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. പിന്നെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചേർക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാത്തിനെയും നല്ലപോലെ അരച്ചിട്ട് അതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് ബ്രെഡ് പൊടിച്ചതാട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ പീസ് ബ്രെഡ് ഒരു 4 എണ്ണം എടുത്തിട്ട് പൊടിച്ചിട്ട് എടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്കിവിടെ വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയായിട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് ബ്രെഡ് പൊടിച്ചതില്ലേ, അതിന്നൊരു പകുതിയൊക്കെ ഇതിലേക്കൊന്ന് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ടയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ 2 കോഴിമുട്ടയും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത കോൺഫ്ലവറും ഗരം മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് എത്തും. ഇപ്പോൾ നമുക്കറിയാം നമ്മളിതിനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പൊടി കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എത്രത്തോളം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്കിത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഉരുളയാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോവണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയിട്ട് എടുക്കാൻ പറ്റണം. അപ്പോൾ എനിക്ക് സാധാരണ ഇതിലേക്ക് ആവശ്യം വരാറ് 4 വലിയ പീസ് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. ഈ ഒരു അളവിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി ചിലർ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ വല്ല അടപ്പിലൊക്കെ നമ്മുടെ ഇതില്ലേ ബോട്ടിൽസിൻ്റെ ഒക്കെ അടപ്പിലൊക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നുമില്ല, അത് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തിട്ട് നമുക്കിത് കണ്ടോ 2 കയ്യിലേക്കും സിമ്പിളായിട്ട് ഇങ്ങനെ മറിച്ചിടാൻ പറ്റണം. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ ഷേപ്പിലാക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത്രയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വന്നാൽ അതിനൊന്നും സമയം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനിപ്പോൾ ഡയറക്റ്റ് ഫ്രൈ ചെയ്യാണ്. ഡയറക്റ്റ് ഫ്രൈ ചെയ്താലും
ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ബർഗറിൻ്റെ പാറ്റി ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതിനെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട്, അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലാതെ പരത്തിയിട്ട് വേറെ പ്ലേറ്റിലേക്കൊന്നും വെക്കുന്നില്ല. ഇതിൻ്റെ ഓരോ ബോൾസ് എടുക്കുക, കയ്യിൽ വെച്ച് പരത്തുക, എന്നിട്ട് നേരെ ആ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ വേറെ പ്ലേറ്റിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഇത് ചിലപ്പോൾ എടുക്കാൻ കിട്ടില്ല. കാരണം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇടായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയിട്ട് നേരെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇപ്പോൾ രണ്ട് ഭാഗവും ഈ ഒരു കളറിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബർഗറിൻ്റെ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ മല്ലിച്ചപ്പും പച്ചമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ആകെ എനിക്ക് 7 പാറ്റീസാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയത്. ഞാനുണ്ടാക്കി ഈ ഒരു വലുപ്പത്തിൽ. അതിൽ 4 ഞാനിപ്പോൾ ഫ്രൈ ചെയ്തു. ബാക്കിയുള്ള 3 അതിന് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു പ്ലേറ്റ് എടുക്കുക, അതിൽ നമ്മളൊരു ഫോയിൽ പേപ്പർ വിരിക്കുക, എന്നിട്ട് നമ്മൾ ഈ പാറ്റീസ് ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുക. അതിൽ വെച്ചിട്ട് ഇതിന് മുകളിലും കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ ഫ്രോസൺ വാങ്ങില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചീസൊക്കെ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഹെൽത്തി ബർഗർ എന്ന് പറയുമ്പോൾ ചീസൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മയണൈസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയണൈസില്ലേ, അതൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഹെൽത്തി ബർഗർ തന്നെ ആവട്ടോ. ചിലർ വിചാരിക്കും ഇപ്പോൾ ചീസൊക്കെ വെക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അത് ഹെൽത്തി ആവാന്ന്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാനതിൽ ലെറ്റ്യൂസ് വെക്കുന്നുണ്ട്. അതൊക്കെ കിട്ടുമെങ്കിൽ എന്തായാലും വെക്കുക, കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുക്കുംബർ, സവാള, ടൊമാറ്റോ ഒക്കെ വെക്കാം. പക്ഷേ ഇവിടെ വീട്ടിൽ സവാളയും ടൊമാറ്റോയും കുക്കുംബറൊന്നും വെച്ചാൽ ഇവർക്കൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലെറ്റ്യൂസ് മാത്രം വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മുടെ ബർഗറിൻ്റെ പാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചീസ് വെക്കുന്നുണ്ട്. ചീസ് ഞാൻ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഹെൽത്തി ബർഗറിൻ്റെ കോൺസെപ്റ്റ് ആകുമ്പോൾ ചീസ് വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വെക്കുക കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്തി ബർഗർ ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്. കുട്ടികളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമാവുകയും ചെയ്യില്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും, അതെൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.